ഹായ് നമസ്കാരം. ഞാൻ ഈ വീഡിയോയിൽ വരുന്നത് നമ്മുടെ കാനഡയുടെ മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം കുറേയധികം ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കുറച്ച് ആളുകളുടെ ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നോട് ചോദിച്ചിരുന്നു, കാനഡയിലെ മുഴുവൻ സ്റ്റേ ബാക്ക് ഓപ്ഷൻസും സ്റ്റോപ്പ് ചെയ്തോ, പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റും ഫുള്ള് സ്റ്റോപ്പ് ചെയ്തോ, സ്പൗസിനെ കൊണ്ടുപോകാൻ പറ്റുമോ? അതുപോലെ തന്നെ കുറേയധികം ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇതെല്ലാം കാനഡ എന്ന് പറയുന്ന ഈ ഒരു എഡ്യൂക്കേഷണൽ സ്റ്റഡി ഇൻഡസ്ട്രി തന്നെ ഇല്ലാതാവുമോ, അല്ലെങ്കിൽ ഇനിയും കാനഡയിൽ കുട്ടികൾക്കാർക്കും പഠിക്കാൻ പറ്റില്ലേ എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ അതിനകത്ത് ഞാനൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. എന്നാലും ഒന്ന് രണ്ട് അപ്ഡേഷൻസ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാനഡ ഒരു ഗുഡ് നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റഡിക്ക് വേണ്ടി ഡെസ്റ്റിനേഷനിൽ ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനായിട്ട് തന്നെ തുടരുകയാണ്. പക്ഷേ കുറച്ചും കൂടെ ക്വാളിറ്റി, അത് കാനഡ മാത്രമല്ല എല്ലാ രാജ്യങ്ങളും അവരുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേയധികം നിയമങ്ങൾ അല്ലെങ്കിൽ കുറേയധികം റെസ്ട്രിക്ഷൻസ് കൊണ്ടിരുന്നതെന്ന് മാത്രം. അതെന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നിങ്ങളെല്ലാവരും അറിഞ്ഞിരുന്നു, ജനുവരിയോടുകൂടി അല്ലെങ്കിൽ ജനുവരി മാസം മുതൽ ഉള്ളവർക്ക് നമ്മുടെ GIC, അതായത് ഗ്യാരണ്ടീഡ് ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവിങ് എക്സ്പെൻസിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ വയ്ക്കുന്ന തുക അത് ഡബിൾ ആക്കിയിരുന്നു അല്ലേ. 10,500 കാർഡിൽ നിന്ന് ഏകദേശം 20,000-ലധികം കാർഡായിട്ട് അത് ഉയർത്തിയിരുന്നു. ഒരു ചേഞ്ചസ് അതാണ്. രണ്ടാമത്തെ കാര്യം ഈ കഴിഞ്ഞ ദിവസം വന്നതാണ്. ഈ മാർച്ചിനുള്ളിൽ വരെ, അതായത് ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന വർഷങ്ങളിൽ അവരുടെ ടോട്ടൽ, അതായത് കാനഡയിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന ഓരോ സ്റ്റുഡൻസിനെയും അവരുടെ അവരുടെ ഒരു റേഷ്യോ ഏകദേശം 3,60,000-ലധികം ആളുകളെ മാത്രമാണ് അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാപ്പ് നിശ്ചയിച്ചുകൊണ്ട് തന്നെ ഓരോ പ്രൊവിൻസസിനും ഓരോ ക്യാപ്പ് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ പ്രൊവിൻസസിൻ്റെ കയ്യിൽ നിന്നും നമ്മളൊരു NOC അല്ലെങ്കിൽ ഒരു പെർമിഷൻ മേടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് മാർച്ച് തൊട്ട് വ്യാപകമാവുകയാണ്. അപ്പം നമ്മളൊരു സ്റ്റുഡൻറ്റ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുമ്പം ഓരോ ഏത് പ്രൊവിൻസസിലേക്കാണ് പോകുന്നത് അവിടുന്ന് ഒരു പെർമിഷൻസ് അല്ലെങ്കിൽ അവിടുന്ന് ഒരു പെർമിഷൻ ലെറ്റർ ഓരോ സ്റ്റുഡൻസും വാങ്ങേണ്ടതായിട്ട് വരുന്നുണ്ട്. അതാണ് ഒരു രണ്ടാമത്തെ നിയമം. മൂന്നാമത്തെ നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സ്റ്റേ ബാക്ക് ഓപ്ഷൻസ് അല്ലെങ്കിൽ PGWP വർക്ക് പെർമിറ്റ്, അതായത് പഠനശേഷമുള്ള വർക്ക് പെർമിറ്റ് ആരൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാനഡയിൽ ഏകദേശം യൂണിവേഴ്സിറ്റികളുണ്ട്, പ്രൈവറ്റ് കോളേജുകളുണ്ട്, പബ്ലിക് കോളേജുകളുണ്ട്. അത് കൂടാതെ വേറൊരു വിഭാഗമുണ്ട്, നമുക്കെല്ലാം അറിയപ്പെടാത്ത ഒരു കാര്യമാണത്. പ്രൈവറ്റ് പബ്ലിക് ആണെങ്കിലും അവരുടെ മെയിൻ ക്യാമ്പസ് അല്ലാതെ തേർഡ് പാർട്ടികളെ വെച്ചിട്ട്, അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേറ്റിംഗ് 3PP എന്ന് പറയും, അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറയുന്ന ഒരു രീതിയിൽ അവർ ഈ ഒരു കച്ചവടത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടാവുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിൻ ക്യാമ്പസിൻ്റെ യാതൊരു പ്രിവിലേജസും ഉണ്ടാവുന്നില്ല, അവരുടെ പേര് മാത്രം ഉണ്ടായിരിക്കും. എന്നാൽ ഇത് നടത്തുന്ന ഏതെങ്കിലും ഉൾപ്രദേശത്തോ അല്ലെങ്കിൽ ഈ പ്രിവിലേജസ് ഒന്നും ഉണ്ടാവില്ല. അത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു കച്ചവട മനസ്സിലോടു കൂടി. പക്ഷേ ഇതുകൊണ്ട് കാനഡയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുന്നു. അറ്റ് ദ സെയിം ടൈം ഫീസ് കുറഞ്ഞാണ് ഈ ഒരു ഇതിലേക്ക് ക്യാമ്പസിലേക്ക് വരുമ്പോൾ ഫീസും കുറവാണ് സാധാരണ അവർ മേടിക്കുക. പക്ഷേ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് നിശ്ചയിച്ചു ഇങ്ങനെയുള്ള PPP ലെവലിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ ഏതൊക്കെയാണോ നടത്തുന്നത്, അത് പ്രൈവറ്റ് കോളേജിനും പബ്ലിക് കോളേജിനും ഒരു കാരണവശാലും വർക്ക് പെർമിറ്റിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. വർക്ക് പെർമിറ്റ് കിട്ടും. പക്ഷേ ഈ PPP ലെവലിൽ വരുന്ന മൂന്നാമത്തെ ലെവലിലുള്ള ആ ഒരു കോളേജുകൾക്ക് മാത്രമാണ് ഈ ഒരു റെസ്ട്രിക്ഷൻ വന്നിരിക്കുന്നുള്ള ഒരു സന്തോഷ വാർത്തയും കൂടെ ഞാൻ അറിയിക്കുന്നു. ഈ കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പൗസിനെ കൊണ്ടുപോകാവുന്ന അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനും അതുപോലെ ഡോക്ടറിയൽ പ്രോഗ്രാംസിനും മാത്രമാണ് സെപ്റ്റംബർ മുതൽ ഇനി സ്പൗസിനെ കൊണ്ടുപോകാമെന്നുള്ള, സ്പൗസിനെ കൊണ്ടുപോകാനുള്ള പെർമിഷൻ കിട്ടുകയുള്ളൂ. അത് കിട്ടിയാൽ തന്നെ സ്പൗസിന് ഓപ്പൺ വർക്ക് പെർമിറ്റിൽ ജോലി ചെയ്യാനെന്ന് സെപ്റ്റംബർ മുതൽ ഈ ഒരു നിയമവും കൂടെ കൊണ്ടുവരികയാണ്. അപ്പം ഇതിന് അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഡ്യൂക്കേഷൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിൻ്റെ അർത്ഥം സ്റ്റഡി തന്നെയാണ്. ആ ക്വാളിറ്റിയെ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക, പോകുന്ന ആളുകൾക്ക് നല്ല ഫയലുകൾക്ക് അല്ലെങ്കിൽ നല്ല ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ളവർക്കും അതുപോലെ തന്നെ നല്ല ഫണ്ട് ഷോ ചെയ്യാൻ, അതുപോലെ തന്നെ എലിജിബിലിറ്റി ഉള്ള ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇനി വിദേശ വിദ്യാഭ്യാസം ഒരു സാധ്യമാവുക എന്നുള്ളതാണ്. കാരണം ഈ പലരും ഇതൊന്നും മീറ്റ് ചെയ്യാതെ പോകുന്നതുകൊണ്ട് തന്നെ പല സ്ഥലത്തും പോയി അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അവർക്ക് ജോലി കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഗവൺമെൻറ്റും സ്ട്രഗിളാണ്. ആ ഒരു ഒത്തിരിയധികം കുത്തൊഴുക്ക് വരുന്നതുകൊണ്ട് തന്നെ
അവർക്ക് അവരുടേതായ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് പാർട്ട് ടൈം ജോബ് കൊടുക്കാൻ, അല്ലെങ്കിൽ അവരുടെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഗവൺമെൻറ്റിന് പല പ്രശ്നങ്ങളും തടസ്സങ്ങളും നേടുകയാണ്. ഇത് ഓൾറെഡി ഓസ്ട്രേലിയയിലും കുറേയധികം ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. അമേരിക്ക ഓൾറെഡി പണ്ടേ തന്നെ ഇത് നിയമം കൊണ്ടുവന്നതാണ്. യൂറോപ്യൻ കൺട്രികളും പലരും ആ ഒരു നിയമത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പിന്നെ UK കഴിഞ്ഞ വർഷം കുറേയധികം റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, പിന്നെ സ്പൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതുപോലെ പല കാര്യങ്ങൾക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസി അത് ചെയ്യുന്ന സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസികൾക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗ്രീൻ വേൾഡ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസികളെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഏകദേശം 162 കൺസൾട്ടൻസികളെ നമ്മളിന്ന് കേരളത്തിലും മറ്റേ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ബുദ്ധിമുട്ടാകുമോ എന്നുള്ള പല ഡൗട്ടുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലുമില്ല. ക്വാളിറ്റി വർദ്ധിക്കുന്നു, സ്റ്റാൻഡേർഡ് വർദ്ധിക്കുന്നു എന്ന് മാത്രമാണ് ഇതിനകത്തുള്ള ഒരു ഇത് വരുന്നത്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം കുറയുമെന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം വർദ്ധിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും ക്വാളിറ്റി ഓഫ് ഇതും കൂടുകയാണ്. എല്ലാവർക്കും അങ്ങ് ആക്സസ് ആയിരിക്കില്ല. ക്വാളിറ്റി ഉള്ളവർക്ക്, അല്ലെങ്കിൽ ക്വാളിഫൈഡ് IELTS റിക്വയർമെൻ്റ് ആണ്, IELTS ക്വാളിഫൈഡ്, ഇൻകം പ്രൂഫ് റിക്വയർമെൻറ്റ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവിടെ ചെന്നിട്ട് അവർക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇത് പാർട്ട് ടൈം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പാർട്ട് ടൈം ചെയ്യാനുള്ള ഫണ്ട് ഇവിടുന്ന് റെഡിയാക്കി അവരുടെ അക്കൗണ്ടിൽ ഇട്ട് പോകും. അങ്ങനെയുള്ള കുറേയധികം ക്വാളിറ്റികളാണ്, കുറേയധികം സ്റ്റാൻഡർഡൈസേഷനാണ് ഇപ്പോൾ ഇതിൽ നിന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആരും തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല. കറക്റ്റായിട്ടുള്ള ഫയലുകൾക്ക് ഇപ്പോൾ ഇതിനകത്ത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട, സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് കാനഡയ്ക്ക് പോകാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു പേരൻ്റാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇതിൻ്റെ ഫയലിംഗ് അറിയാവുന്ന വളരെ വ്യക്തമായിട്ടുള്ള നല്ല ആളുകളെ നിങ്ങൾ ഒരു കൺസൾട്ടൻസി നിങ്ങൾ സമീപിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഫയൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഫയലിംഗ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മളെ സംബന്ധിച്ച് ഗ്രീൻ വേൾഡിന് കാനഡയിൽ ഓഫീസുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏകദേശം ലോയേഴ്സ്, ഇമിഗ്രേഷൻ 15ഓളം ലോയേഴ്സ് നമ്മുടെ ടൈപ്പ് ഉണ്ട്. ഏകദേശം 200-ലധികം പ്രൈവറ്റ് പബ്ലിക് കോളേജുകൾ നമുക്ക് ടൈപ്പ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നല്ലെങ്കിൽ ഒരു വിധത്തിൽ കൂടെ നിങ്ങളുടെ അഡ്മിഷൻസ് ശരിയാക്കി തരാൻ ഞങ്ങളുടെ ഈ 162 പാർട്ട്നേഴ്സിനും ഞങ്ങളുടെ സാധിക്കും. ഞങ്ങളുടെ പാർട്ട്ണർ ബ്രാഞ്ചുകളെ നിങ്ങൾക്ക് സമീപിക്കാം. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും നിങ്ങൾക്കിത് എന്താ പറയുക, ഇത് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടിന് ഞങ്ങളുണ്ട്. കറക്റ്റായിട്ടുള്ള ഗൈഡ് ലൈൻ തരാനും ഞങ്ങളുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സ്റ്റഡി അബ്രോഡ് ഇൻഡസ്ട്രിയിൽ ചെയ്യുന്ന ഒരു എൻ്റർപ്രണർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റഡി അബ്രോഡ് കാത്തിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പേരൻസ് ആയിക്കോട്ടെ, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഞങ്ങളെ സമീപിക്കൂ. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻസ്, ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഗൈഡ് ലൈൻ 100% കൃത്യതയോടു കൂടി 100% റിസൾട്ടോടു കൂടി ചെയ്തു തരാൻ ഞങ്ങൾ അതിനുള്ള ബാക്കപ്പും ട്രെയിനിങ് ഞങ്ങൾ സജ്ജമായി കഴിഞ്ഞു. അതുകൊണ്ട് കീപ്പ് ഇൻ ടച്ച്. വെൽക്കം ടു ഓൾ.